ഇപ്പോൾ ഒരു സിനിമ എടുത്തിട്ട് ഹിന്ദു ദേവീ ദേവന്മാരെ മുമ്പൊക്കെ ഒരു വിഗ്രഹത്തെ തുപ്പുന്ന കാണിക്കാമായിരുന്നു. അതിനെ അവർ പറഞ്ഞിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ്. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിൻ്റെ കൃഷ്ണനൊക്കെ എന്തിനു കൊള്ളാമടാ, നിൻ്റെ അയ്യപ്പൻ എന്താടാ, ഇത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അപ്പം ഒരു കർഷകന് നാച്ചുറലി അറിയാം മണ്ണിൽ തൊട്ട് വന്നിച്ചിട്ട് വേണം അത് കളയ്ക്കാൻ, മരത്തോട് അനുമതി ചോദിച്ചിട്ട് വേണം മുറിക്കാൻ. ഇങ്ങനെയുള്ള ഒരു സ്വാഭാവികമായ മൂല്യബോധത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. ചോദിച്ചാൽ രണ്ടാമത്തെ ഹിന്ദുത്വം എന്ന് ചോദിച്ചല്ലോ. ഹിന്ദുത്വം എന്നത് ഈ മൂല്യങ്ങൾ പാലിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ ഡിഫൻസ് ഇല്ലാത്ത സംഘടിതരല്ലാത്ത ജനതയെ ആക്രമിക്കാൻ വേണ്ടി വൈദേശിക ശക്തികളും ഇസങ്ങളും ശ്രമിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ ഉയർത്തുന്ന കുന്തമുനകളുടെ പേരാണ് ഹിന്ദുത്വം. അത് നമ്മളുടെ പൊളിറ്റിക്കൽ ഡിഫൻസ് സിസ്റ്റമാണത്. അത് മാറി മാറി വരും. ഇപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും ചെയ്യുന്നത്, നാളെ അത് വേറെ രീതിയിൽ രൂപപ്പെടുമായിരിക്കും. ഇപ്പോൾ കാലത്തിൻ്റെ അനിവാര്യതയായിട്ടാണ് ഹിന്ദുത്വം വന്നത്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ എടുത്തിട്ട് ഹിന്ദു ദേവീ ദേവന്മാരെ മുമ്പൊക്കെ ഒരു വിഗ്രഹത്തെ തുപ്പുന്ന കാണിക്കാമായിരുന്നു. അതിനെ അവർ പറഞ്ഞിരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ്. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? രണ്ടു വട്ടം ആലോചിക്കും. എന്തുകൊണ്ടാണ്? അങ്ങനെ അവഹേളിക്കപ്പെടേണ്ടതല്ല നമ്മുടെ സംസ്കാരം എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുത്ത ഒരു പൊളിറ്റിക്കൽ എൻവയറൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ എൻവയറൻമെൻറ്റ് അനിവാര്യമാണ് തന്നെ. അതില്ലെങ്കിൽ നമ്മുടെ നിൻ്റെ കൃഷ്ണനൊക്കെ എന്തിനു കൊള്ളാമടാ, നിൻ്റെ അയ്യപ്പൻ എന്താടാ, ഇത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ കുറച്ചൊന്ന് ഹഷപ്പ് ചെയ്യാൻ കാരണം ഈ ഹിന്ദുത്വയുടെ വളർച്ചയാണ്. ഹിന്ദുത്വം ഉള്ളതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നതിപ്പോൾ RSS എന്നോ BJP എന്നോ ആയിരിക്കും ആൾക്കാർ പറയുന്നത്. ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് രൂപാന്തരം വന്ന് മറ്റൊരു സംഘടനയാവാം.